ഹാൻസി ഫ്ലിക്കിന് കീഴിൽ തകർപ്പൻ പ്രകടനവുമായി മുന്നേറുകയാണ് എഫ്.സി. ബാഴ്സലോണ. കാറ്റലൻ ക്ലബിന്റെ കുതിപ്പിന് പിന്നിൽ ബ്രസീലിയൻ താരം റഫീഞ്ഞയുടെ മികവാണ് പ്രധാന ശക്തി. കഴിഞ്ഞ സീസണിലെ ശോകമായ പ്രകടനത്തിനുള്ള റഫീഞ്ഞയുടെ തകർപ്പൻ മറുപടി കൂടിയാണ് ഇത്തവണത്തെ പ്രകടനം. മോശം പ്രകടനത്തെ തുടർന്ന് കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട താരമായിരുന്നു റഫീഞ്ഞ. ബ്രസീലിയൻ താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബാഴ്സലോണ ആരാധകർ മുറവിലെ കൂട്ടി. ബാഴ്സയ്ക്കായി ഇറങ്ങുമ്പോൾ സ്വന്തം കാണികളുടെ കൂവൽ കേട്ട് തലകുനിക്കേണ്ടിയും വന്നു. റഫീഞ്ഞയ്ക്ക് പകരം നിക്കോ വില്യംസിനെ ടീമിലെടുക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. എന്നാൽ ടീം മാനേജ്മെന്റ് റഫീഞ്ഞയെ കൈവിട്ടില്ല. അതിനുള്ള ഫലമാണ് ഇപ്പോൾ കളിക്കളത്തിൽ കാണുന്നത്. ബാഴ്സയുടെ ഓരോ ജയത്തിനു പിന്നിലും ബ്രസീലിയൻ താരത്തിന്റെ കാലുകളുണ്ട്. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഇപ്പോൾ ബ്രസീലിയൻ താരം. ഓരോ മത്സരത്തിലും ഗോൾ നേടുന്ന റഫീഞ്ഞ സഹതാരങ്ങൾക്ക് ഗോൾ നേടാനുള്ള അവസരവും ഒരുക്കുന്നു. ഈ സീസണിൽ ബാഴ്സയ്ക്കായി 31 കളിയിൽ 23 ഗോളുകൾ നേടിയപ്പോൾ 10 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. ലാലിഗയിൽ 12ഉം ചാമ്പ്യൻസ് ലീഗിൽ 8ഉം സൂപ്പർ കോപ്പയിൽ 2ഉം കോപ്പ ഡെൽ റേയിൽ 1 ഗോളുമാണ് റഫീഞ്ഞ നേടിയത്. ലാലിഗയിലെ ഗോൾ വേട്ടയിൽ 3-ാം സ്ഥാനത്തുമുണ്ട് ബ്രസീലിയൻ താരം. ഹാൻസി ഫ്ലിക്കിന്റെ വരവാണ് റഫീഞ്ഞയുടെ തലവര മാറ്റിയത്. റഫീഞ്ഞയുടെ കളിയെയും ശൈലിയെയും സ്പർശിക്കാതിരുന്ന ഫ്ലിക്ക് താരത്തിന്റെ ഫിറ്റ്നസ് ഉയർത്തുന്നതിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. ശാരീരിക ക്ഷമത വീണ്ടെടുത്ത റഫീഞ്ഞയെ സ്വാഭാവിക പ്രകടനം നടത്താനായി നിയന്ത്രണമില്ലാതെ കളിക്കളത്തിലേക്ക് അഴിച്ചുവിട്ടു. സ്വതന്ത്രമായി കളിക്കാൻ തുടങ്ങിയതോടെ യഥാർത്ഥ റഫീഞ്ഞയെ ബാഴ്സയും എതിരാളികളും ഒരുപോലെ കണ്ടു. ഇതോടെ കൂവി വിളിച്ച അധിക്ഷേപിച്ച കുറ്റപ്പെടുത്തിയ ആരാധകർക്ക് റഫീഞ്ഞയ്ക്കായി കൈയടിക്കേണ്ടി വന്നു. ഇതിലും വലിയ മധുരപ്രതികാരം ഒരു താരത്തിനും ഫുട്ബോളിൽ ചെയ്യാനാവില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് റഫീഞ്ഞ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.